അസ്സലാമു അലൈക്കും. ജനിച്ചു കഴിഞ്ഞാൽ എല്ലാ ആളുകളും മരണപ്പെടും. അതിൽ ആർക്കും സംശയവുമില്ല, തർക്കവുമില്ല. ഇനി ജനിച്ചു കഴിഞ്ഞിട്ട് ഞാൻ മരണപ്പെടുകയില്ല എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അവർ ദയവായി ഈ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യുക. അങ്ങനെയുള്ള ആൾ നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് ആദരിക്കണം. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരാളുടെ വാപ്പ മരിച്ചു എന്ന് സങ്കല്പിക്കുക. അതിലൂടെ ആ മകനുണ്ടാവുന്ന പുതിയ ചില ബാധ്യതകളുണ്ട്. നാം പണ്ട് മുതലേ അനുഷ്ഠിച്ചു പോരുന്നതാണ് പിതാവിൻ്റെ 7-40 തുടങ്ങിയുള്ള ദിവസങ്ങളിലും ദിക്ർ മജ്‌ലിസുകൾ സംഘടിപ്പിക്കുക എന്നതൊക്കെ. എന്നാൽ ഇന്ന് അതിന് ചില പുതിയ പരിണാമങ്ങൾ സംഭവിച്ചു. പണ്ടുകാലങ്ങളിൽ ആ പരിപാടികൾക്ക് മഞ്ഞച്ചോറായിരുന്നു, പിന്നീടത് സാധാ ചോറും ബീഫ് കറിയുമായി. എന്നാൽ ഇന്ന് കാണുന്നത് ഇത് ബിരിയാണിയും നെയ്ച്ചോറും ഒക്കെയാണ്. ഇനി ഒരുപക്ഷെ നാളെ കുഴിമന്തിയൊക്കെ ആയേക്കാം. ഈ സന്ദർഭങ്ങളിലെല്ലാം ഒരു പാവപ്പെട്ട മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന വ്യക്തിയും ഇതെല്ലാം കൊടുക്കേണ്ട ഒരവസ്ഥയാണുള്ളത്. ഇനി അഥവാ കുടുംബങ്ങളിൽ നിന്ന് ദൂരത്തുള്ള കുടുംബങ്ങളെയും ചില കൂട്ടുകാരെല്ലാം വിളിക്കാൻ മറന്നാൽ, അവൻ്റെ വാപ്പ മരിച്ചപ്പോൾ അവൻ എന്നെ വിളിച്ചില്ല, അതുകൊണ്ട് എൻ്റെ വാപ്പ മരിച്ച ഞാൻ അവനെയും വിളിക്കുകയില്ല എന്നൊരു നിലയിലാണ് ഇന്നത്തെ കാര്യങ്ങളൊക്കെ പോകുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ തെളിവ്, ഒരിക്കൽ സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു തൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ നബി തങ്ങളോട് വന്ന് പാവപ്പെട്ട ആളുകൾക്ക് തൻ്റെ സമ്പത്ത് മുഴുവനും സ്വതക്ക ചെയ്യട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെ ആ ചരിത്രത്തിൻ്റെ അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തോട് പറയുന്നത്, മഹാനോട് പറയുന്നത്, വസ്സുരുസു കസീർ, തൻ്റെ സമ്പത്തിൻ്റെ 1/3 തന്നെ സ്വതക്ക ചെയ്യൽ ഏറ്റവും അധികമാണ്, ബാക്കിയുള്ളത് തൻ്റെ കുടുംബത്തിന് വേണ്ടി മാറ്റിവെക്കണം, അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ 1 ലക്ഷം രൂപ കയ്യിലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് 30,000 രൂപ ചിലവഴിക്കൽ തന്നെ സ്വതക്കയായി ചിലവഴിക്കൽ തന്നെ അധികമാണ്. എന്നാൽ ഇന്ന് കാണുന്നത് അയാൾ 2 ലക്ഷം രൂപ കടം വാങ്ങി അത് ബാധ്യതയായി വെക്കുകയാണ്. മരിച്ചു കിടക്കുന്ന വാപ്പാൻ്റെ മുമ്പിൽ വരുന്ന ആളുകൾക്ക് വേണ്ടി നാരങ്ങ വെള്ളം കലക്കേണ്ട ഒരവസ്ഥയാണ് ഇന്നത്തെ മരണപ്പെട്ട വാപ്പയുടെ മക്കൾക്കുള്ളത്. ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്, നാം ചെയ്യുന്ന ഏതൊരു കാര്യവും അത് ജനങ്ങൾ ചെയ്യുന്നു എന്നതുകൊണ്ട് നാം ചെയ്യണം എന്നൊന്നുമില്ല. മിതമായ രൂപത്തിലുള്ള ജീവിതമാണ് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നത്. ഒരു ചിലവുമില്ലാതെ മരണപ്പെട്ട ആളുകൾക്ക് ഉപകരിക്കുന്ന ചില ചെറിയ വലിയ കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള ചെറിയ ഒരുപാട് കാര്യങ്ങൾ പരാമർശിക്കുന്ന വളരെ കനപ്പെട്ട ഒരു ചെറിയ പുസ്തകമാണ് മരണാനന്തര ജീവിതം സന്തോഷപ്രദമാകാൻ എന്ന അഗത്തി ഉസ്താദ് എഴുതിയ ഈ പുസ്തകം. ഇതുപോലുള്ള വലിയ കൂലികൾ കിട്ടുന്ന കാര്യങ്ങളാണ് നാം ചെയ്യേണ്ടത്. അല്ലാതെ നാട്ടുകാർ ചെയ്യുന്നത് കണ്ടിട്ട് ഒരുപാട് സമ്പത്ത്, നമ്മുടെ കയ്യിലില്ലാത്ത സമ്പത്ത് കടം വാങ്ങിയും മറ്റു സ്ഥലത്തു നിന്ന് സംഘടിപ്പിച്ചും ചെയ്യുന്നത് കൊണ്ട് കാര്യമില്ല. ഇനി നാം അങ്ങനെ എന്തെങ്കിലും പരിപാടികൾ നടത്തുകയാണെങ്കിൽ തന്നെ മിതത്വമാണ് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നത്. അത് നാം ഒരിക്കലും മറക്കരുത്. ഒരുപക്ഷെ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം, മയ്യത്തിന് വേണ്ടിയുള്ള ആരാധനകൾ, ഖുർആൻ ഓതലും ദിക്ർ മജ്‌ലിസുകളെല്ലാം മയ്യത്തിന് ഉപകാരപ്പെടുകയില്ല എന്ന് പറയുന്ന വിദാത്തുകാരുടെ അതേ വാദം തന്നെയല്ലേ നിങ്ങളും പറയുന്നത് എന്ന് ചിലരെങ്കിലും ധരിച്ചേക്കാം. എന്നാൽ അങ്ങനെയല്ല. നാം എന്ത് ചെയ്യുമ്പോഴും അതിൽ മിതത്വം പാലിക്കണമെന്നാണ്. ദിക്ർ മജ്‌ലിസ് ആണെങ്കിലും ഏത് പരിപാടി നടത്തുകയാണെങ്കിലും അതിൽ മിതത്വം പാലിക്കുക എന്നതാണ് പ്രധാനം. അതാണ് നാം ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ നമ്മുടെ സൽക്കർമ്മങ്ങളെ ആക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും.